നമസ്കാരം. +2 പരീക്ഷാഫലം വയനാടിന് മികച്ച നേട്ടം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വയനാട്ടിൽ 71.8% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വയനാട് ഒന്നാമത്, 84.46% വിജയം. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വയനാട് 12ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കൽപ്പറ്റയിൽ കാർ യാത്രക്കാരനെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയ സംഭവത്തിൽ SIക്കെതിരെ നടപടി. ട്രാഫിക് SI VP ആന്റണിയെ സ്ഥലം മാറ്റിയത് മാനന്തവാടി SMS-ലേക്ക്. ബലപ്രയോഗത്തിലൂടെ SI മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് വാഹനത്തിൽ കയറ്റിയത് മൊബൈൽ ഫോണിൽ സംസാരിച്ചു എന്നാരോപിച്ച്. കൂട് സ്ഥാപിച്ചിട്ടും ബത്തേരി നഗരത്തിലിറങ്ങിയ പുലി കൂട്ടിൽ കയറിയില്ല. പുലി കൂട്ടിലകപ്പെട്ടാൽ വനത്തിൽ തുറന്നുവിടരുത്, മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും നാട്ടുകാർ. മുള്ളൻകൊല്ലി കബനിഗിരിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പുലി ആടിനെ കൊന്നു. ജില്ലയിൽ റേഷൻ വിതരണം അവതാളത്തിൽ. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാരുടെ സമരം തുടങ്ങിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് റേഷൻ വിതരണം അവതാളത്തിലാകാൻ കാരണം. പല കടകളിലും അരിയും ഗോതമ്പും ആട്ടയും പഞ്ചസാരയും സ്റ്റോക്കില്ലെന്ന് പരാതി. വിശദമായ വാർത്തകളിലേക്ക്. +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വയനാട്ടിൽ 71.08% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വയനാട് സംസ്ഥാനത്ത് ഒന്നാമതാണ്, 84.46% വിജയം. ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വയനാട് നില മെച്ചപ്പെടുത്തി. ഇത്തവണ സംസ്ഥാനത്ത് 12ാം സ്ഥാനത്തേക്ക് വയനാട് ഉയർന്നു. SSLC പരീക്ഷയ്ക്ക് പിന്നാലെ +2വിലും മികച്ച മുന്നേറ്റമാണ് വയനാട് കരസ്ഥമാക്കിയിരിക്കുന്നത്. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ വയനാട് ജില്ലയിൽ 71.8% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 663 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. അമ്പുകുത്തി MGM ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. ഇവിടെ പരീക്ഷ എഴുതിയ 49 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹരായി. ഇത്തവണ വയനാട് ജില്ല കൂടുതൽ മികവ് പുലർത്തി. ഏറ്റവും ഒടുവിലെന്ന ദുഷ്പേര് മാറ്റി 12ാം സ്ഥാനത്തേക്ക് വയനാട് ഉയർന്നു. SSLCക്ക് പിന്നാലെ +2വിലും മികച്ച നേട്ടം കൈവരിക്കാനായത് കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CV മൻമോഹൻ പറഞ്ഞു. അതായത് നമുക്ക് വളരെ സന്തോഷത്തിൻ്റെ ഒരു ഇരട്ടി മധുരത്തിൻ്റെ ഫീലിംഗ് ആണ് നമുക്കുള്ളത്. കാരണം നമ്മുടെ അധ്യാപകരുടെയും നമ്മുടെ അധ്യാപക സമൂഹത്തിൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഇവൻ രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് SSLCയിൽ മികച്ചൊരു വിജയം ലഭിച്ച ഒരു വർഷമാണത്. 13ൽ നമ്മൾ 6ാം സ്ഥാനത്തേക്ക് എത്തി. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വലിയ വിജയം തന്നെയാണ്. കണക്കുകൾ ഇനിയും വരാനുണ്ട്. അതിനോട് ചേർത്ത് വലിയൊരു വിജയം തന്നെയാണ് നമ്മൾക്കിപ്പോൾ SSLC +2 ഹയർ സെക്കൻഡറി ഫലവും നമുക്ക് തരുന്നത്. ഇപ്പോൾ VHSCയിൽ നമ്മൾ വയനാടാണ് ഏറ്റവും വലിയ വിജയ ശതമാനമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള അറിവ്. അതുപോലെ തന്നെ HS ഹയർ സെക്കൻഡറിയിൽ ഇതുപോലത്തെ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് വയനാട് ജില്ലയെ സംബന്ധിച്ചൊരു ചരിത്രമാണ്, നാളേക്കുള്ള ഒരു പ്രചോദനവും കൂടിയാണ്. ഇനിയും മുന്നേറാൻ വയനാട്ടിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനും ഒരു പ്രചോദനം കൂടിയാണ്. ഒരുപാട് സന്തോഷം. ജില്ലയിൽ പരീക്ഷ എഴുതിയ 9440 വിദ്യാർത്ഥികളിൽ 6778 പേരാണ് ഉപരിപഠനത്തിന് അർഹരായത്. അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജില്ല സംസ്ഥാനത്ത് ഒന്നാമതെത്തി. 727 വിദ്യാർത്ഥികളാണ് ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതിയത്. 84.46% വിജയം. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും വിവിധ അധ്യാപക സംഘടനകളും PTA-കളും സംയുക്തമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് SSLCയിലും +2വിലും മികച്ച നേട്ടം കൈവരിക്കാനായത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വരുന്ന വർഷം കൂടുതൽ മികവ് പുലർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. മലനാട് ന്യൂസ്, കൽപ്പറ്റ.
മഹാദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്തവണ മികച്ച നേട്ടം കൈവരിച്ചു. 82.85% വിജയം. 35 കുട്ടികളാണ് ഇക്കുറി പരീക്ഷ എഴുതിയത്. SSLCക്ക് പിന്നാലെ വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിഭാഗത്തിലും നില മെച്ചപ്പെടുത്തുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച നേട്ടമാണ് മഹാദുരന്തം അതിജീവിച്ച കുട്ടികൾ കൈവരിച്ചത്. പ്രതിസന്ധികൾ ഏറെയുണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്ത കുട്ടികൾ മികച്ച നേട്ടം കൈവരിച്ചു. 82.85% വിജയം. കഴിഞ്ഞ വർഷം ഇത് 58%. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് സ്കൂൾ തകർന്ന ശേഷം മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായ കെട്ടിടത്തിലാണ് അധ്യയനം പൂർത്തിയാക്കിയത്. 32 കുട്ടികൾ ഇത്തവണ പരീക്ഷ എഴുതി. 2 കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിരുന്നില്ല. പ്രതിസന്ധി ഘട്ടത്തിലും അതിജീവനത്തിന്റെ വിജയം കരസ്ഥമാക്കുകയാണ് വെള്ളാർമലയിലെ കുട്ടികൾ. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ കാർ യാത്രികനെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയ സംഭവത്തിൽ SIക്കെതിരെ നടപടി. ട്രാഫിക് SI BP ആന്റണിയെയാണ് മാനന്തവാടി SMS-ലേക്ക് സ്ഥലം മാറ്റിയത്. ഇന്നലെയാണ് മലപ്പുറം സ്വദേശിയായ യുവാവിനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചെന്ന കുറ്റത്തിന് ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടിയുണ്ടായത്. ഇന്നലെയാണ് കൽപ്പറ്റയിൽ പോലീസ് നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തിയ സംഭവം നടക്കുന്നത്. കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ വെച്ച് മൊബൈൽ ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിച്ചെന്നാരോപിച്ച് യുവാവിനെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്തു. താൻ ഫോൺ കയ്യിലെടുത്ത് സംസാരിച്ചിട്ടില്ലെന്ന വാദവുമായി യുവാവ് ഉറച്ചുനിന്നതോടെയാണ് പോലീസുമായി വാക്കുതർക്കം തുടങ്ങുന്നത്. ഇത് ഒടുവിൽ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുന്നതിലേക്കെത്തി. ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ നാട്ടുകാർ തന്നെ പകർത്തിയതോടെ പോലീസ് വെട്ടിലായി. പോലീസിന്റെ നടപടിക്കെതിരെ ഓട്ടോ ഡ്രൈവർമാരും രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കൽപ്പറ്റ ട്രാഫിക് SI VP ആന്റണിയെ സ്ഥലം മാറ്റിയത്. SMS-ലേക്കാണ് സ്ഥലം മാറ്റം. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ട് കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നടപടി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കൂടുവച്ചിട്ടും പുലി കൂട്ടിൽ കയറിയില്ല. ആശങ്ക അകലാതെ സുൽത്താൻ ബത്തേരി ടൗൺ നിവാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി പതിവായി എത്തിയിരുന്ന കോട്ടക്കുന്ന് പുതുശ്ശേരി പോൾ മാത്യുവിന്റെ വീടിന് സമീപമാണ് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം കൂടുവച്ചത്. കൂട്ടിൽ പുലി അകപ്പെട്ടാൽ വനത്തിൽ തുറന്നു വിടരുതെന്നും മറ്റു കേന്ദ്രങ്ങളിലേക്ക് സുരക്ഷിതമായി മാറ്റണമെന്നുമാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബത്തേരി കോട്ടക്കുന്നിൽ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. എന്നാൽ സ്ഥിരമായി ഇവിടെ വന്നിരുന്ന പുലി കഴിഞ്ഞ രാത്രിയിൽ മാത്രം ഇങ്ങോട്ടെത്തിയില്ല. ഇതോടെ പുലി കൂട്ടിലാകുമെന്ന് പ്രതീക്ഷിച്ച നാട്ടുകാരുടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ പുലിനെ കിട്ടുകയാണെങ്കിൽ, എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കാം, കിട്ടുകയാണെങ്കിൽ ഒരു വിധത്തിലും ജനവാസ പ്രദേശത്ത് കൂടെ ഈ സന്ദർശിച്ച് നടക്കുന്ന ഈ പുലിയെ ഒരിക്കലും ദൂരെ എവിടെ കൊണ്ടുപോയി പാർപ്പിക്കാന്നല്ലാതെ ഒരിക്കലും നിങ്ങൾ ഫോറസ്റ്റിൽ കൊണ്ടുപോയി വിടരുത്. അത് ജനങ്ങൾക്ക് ഈ പ്രദേശത്ത് നിന്ന് വിട്ടിട്ട് മറ്റുള്ള അടുത്ത വർഷം വരെ നായികട്ടിയോ മുത്തങ്ങയാടുകളോ വന്നിട്ട് അത് ഇതിനേക്കാളും കഷ്ടത്തേക്കാവും. ഇത്ര നമുക്ക് പ്രദേശവാസികൾ പറയാനുള്ളൂ. എത്രയും വേഗം പുലിയെ പിടിച്ചിട്ട് നമ്മളെ ആശങ്ക പരിഹരിച്ചത്. കഴിഞ്ഞ 1.5 മാസക്കാലമായി ബത്തേരി ടൗണിലും പരിസരങ്ങളിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ആളുകൾ പുലർച്ചെയും രാത്രിയും പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. ഇതിനിടെ പുലി കൂട്ടിലകപ്പെട്ടാൽ വനത്തിൽ തുറന്നു വിടരുതെന്നും മൃഗശാല പോലുള്ള മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിരന്തരമായി ജനവാസ മേഖലയിൽ സഞ്ചരിച്ച പുലിയെ തുറന്നുവിട്ടാൽ വീണ്ടും ജനവാസ മേഖലയിൽ എത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൂട് സ്ഥാപിച്ചതിനു പുറമെ പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗും വനം വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. മലനാട് ന്യൂസ്, ബത്തേരി. മുള്ളൻകൊല്ലി കബനിഗിരിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പനച്ചിമറ്റത്തിൽ ജോയിയുടെ ആടിനെ പുലി കൊന്നു. മറ്റൊരാടിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം നായയെയും പുലി കൊന്നിരുന്നു. വനം വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കബനിഗിരി പനച്ചിമറ്റത്തിൽ ജോയിയുടെ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന 1.5 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് പുലി പിടികൂടി കൊലപ്പെടുത്തിയത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ആടിനെയും ആക്രമിച്ചു. പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ 4 ദിവസമായി പ്രദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസം പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. പുലി വീടിൻ്റെ മതിലിന് മുകളിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പതിഞ്ഞത്.
കബനിഗിരി പള്ളിപ്പുറത്ത് സ്റ്റീഫന്റെ വീട്ടിലെ നായയെ കഴിഞ്ഞ ദിവസം രാത്രി പുലി പിടികൂടിയിരുന്നു. ാണ് എൻ്റെ കൂട്ടിൽ പുലി വരികയും അത് ഒച്ചപ്പാടുണ്ടാക്കുകയും ഒറ്റവട്ടം കാടി ഞാൻ അപ്പത്തേക്കും ചാടി പുറത്തിറങ്ങി ലൈറ്റിട്ട് നോക്കുമ്പോൾ ആട് ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. പിന്നെ എന്നെ ഞങ്ങൾ ആരും പുറത്തിറങ്ങിയില്ല. ഞങ്ങൾ കതകിനെ അടിച്ച് ഒച്ച ഉണ്ടാക്കി കാറി അപ്പോഴാണ് ഇട്ടച്ച് പോയത്. എൻ്റെ 2 ആടിനെയും പിടിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് കൊല്ലുകയും അതിൻ്റെ ഒരെണ്ണത്തിന് തൊണ്ടയ്ക്ക് പിടിച്ച് അമക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും വെള്ളം ഇറക്കാനൊന്നും പറ്റാതെ ഇരിക്കുകയാണ്. പുലിയെ നിരീക്ഷിക്കുന്നതിനായി വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്ത് RRT സംഘവും പുലിക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. ഒരിടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടിമേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാരുടെ സമരം തുടങ്ങിയിട്ട് ആഴ്ചകളായിട്ടും പൊതുവിതരണ വകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനാൽ ജില്ലയിൽ റേഷൻ വിതരണം അവതാളത്തിലായി. പല കടകളിലും അരിയും ഗോതമ്പും ആട്ടയും പഞ്ചസാരയും ഉൾപ്പെടെ സ്റ്റോക്കില്ലെന്ന് പരാതി. റേഷൻ കടകളിലേക്ക് സാധനം എത്തിച്ചു നൽകുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് ലഭിക്കാനുള്ള 18 കോടിയോളം രൂപ കുടിശ്ശികയായതാണ് റേഷൻ കടകളിൽ നിന്നുള്ള സാമഗ്രികളുടെ വിതരണം പ്രതിസന്ധിയിലാക്കിയത്. അവശ്യ സാധനങ്ങളായ അരിയും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കടകളിൽ സ്റ്റോക്കില്ലാത്തത് വലിയ പരാതികൾക്കിടയാക്കുന്നുണ്ട്. ഇനിയും സർക്കാർ ഈ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത മാസം പൂർണ്ണമായി തന്നെ റേഷൻ വിതരണം സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാർഡ് ഉടമകളെയും റേഷൻ വ്യാപാരികളെയുമാണ്. റേഷൻ സാധനങ്ങൾ കൃത്യമായി കിട്ടാതെ പല സ്ഥലങ്ങളിലേക്കും ആളുകൾക്ക് മാറി പോയി റേഷൻ വാങ്ങേണ്ട അവസ്ഥയാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. അടിക്കടിയുണ്ടാകുന്ന കോൺട്രാക്ടർമാരുടെ സമരമാണ് റേഷൻ മേഖലയെ സാരമായി ബാധിച്ചത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കയറ്റിറക്ക് തൊഴിലാളികളും ലോറി തൊഴിലാളികളും ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാരുടെ സമരം കാരണം പ്രയാസത്തിലാണ്. റേഷൻ വിതരണക്കാരായ കരാറുകാരുടെ സമരം അടിയന്തരമായി ഒത്തുതീർപ്പാക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വേതന വർധനവ് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സംഘടിപ്പിച്ച അധ്യാപക പരിശീലനം നാളെ സമാപിക്കും. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് കൂടി ഉതകുന്ന തരത്തിലാണ് പരിശീലനം ഇക്കുറി ചിട്ടപ്പെടുത്തിയിരുന്നത്. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന അധ്യാപക പരിശീലന പരിപാടികൾ അന്തിമ ഘട്ടത്തിലാണ്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് കൂടി ഉതകുന്ന തരത്തിലാകും പുതിയ അധ്യയന വർഷത്തെ പാഠ്യരീതി. ഇതിന് അധ്യാപകർ തന്നെ കുട്ടികളായി മാറണം. കൽപ്പറ്റ SKMJ സ്കൂളിൽ നടക്കുന്ന അധ്യാപക സംഗമത്തിലെ ദൃശ്യങ്ങളാണിത്. സ്കൂൾ മൈതാനത്തിറങ്ങിയ അധ്യാപകർ തനി കുട്ടികളായി മാറി. പിന്നീട് വ്യത്യസ്തമായ കളികൾ.
സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് അധ്യാപകരെ കൂടുതൽ പ്രാപ്തരാക്കുന്നതിനുള്ള വിപുലമായ പരിശീലന പരിപാടിയാണ് ഇത്തവണ പൂർത്തിയാക്കിയത്. SCRT, സമഗ്ര ശിക്ഷ കേരളം, ഡയറ്റ്, കൈറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അധ്യാപക സംഗമങ്ങൾ നടത്തിയത്. മെയ് 13 മുതൽ 17 വരെയും 19 മുതൽ 23 വരെയുമാണ് അധ്യാപക സംഗമങ്ങൾ. 10 ദിവസത്തെ പരിശീലനത്തിനു പുറമെ ഓൺലൈൻ പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ഇത്തവണ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്നുപോയ പുത്തുമല ഗവൺമെൻറ് LP സ്കൂളിന് പുതിയ കെട്ടിടം ഉയർത്താൻ നടപടി. നിലവിൽ താൽക്കാലിക കെട്ടിടം പ്രവർത്തിക്കുന്ന അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടം ഉയരുക. കെട്ടിടം പണിയുന്നതിനാവശ്യമായ ധാരണാപത്രം ഒപ്പുവെച്ചു. 2019 പ്രളയത്തിൽ തകർന്ന മേപ്പാടി പുത്തുമല ഗവൺമെന്റ് LP സ്കൂളിന് 20 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നതിന് ചാലിയം ടീം ഇമ്പിച്ചി ഹാജി സ്കൂളും മേപ്പാടി ഗ്രാമപഞ്ചായത്തും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. പ്രളയത്തിൽ തകർന്ന സ്കൂൾ നിലവിൽ താൽക്കാലിക ഷെഡിലാണ് പ്രവർത്തിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി അടുത്ത മാസം ആരംഭിക്കും. ഫ്ലഡ് നടന്ന പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനവുമായി ഇമ്പിച്ചി ഹാജി സ്കൂൾ കൂട്ടായ്മയും അതുപോലെ തന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും കൂടി മറ്റു സംഘടനകളും അവരോട് ചേർന്ന് മറ്റു സംഘടനകളും 20 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് ഞങ്ങളെ സമീപിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഏറ്റവും നല്ലൊരു സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി. ഇമ്പിച്ചി ഹാജി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തൻമീയത്ത് ഇസ്ലാം അസോസിയേഷൻ സ്ഥാപനങ്ങളായ ഇമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ, മദ്രസത്തുൽ മനാർ LP സ്കൂൾ, ഹാജി PBM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, എഡ്യൂക്കേഷൻ സെന്റർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും PTA മാനേജ്മെന്റ് കമ്മിറ്റിയും അടങ്ങിയ ടീം UHSS ആണ് ഫണ്ട് സ്വരൂപിച്ച കെട്ടിടം നിർമ്മിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന സ്ഥലത്തു തന്നെയാണ് പുതിയ കെട്ടിടം ഉയരുന്നത്. അടുത്ത മാസം പ്രവൃത്തി ആരംഭിക്കുമെന്ന് സംഘാടകർ പഞ്ചായത്തിന് ഉറപ്പ് നൽകി. മലനാട് ന്യൂസ്, മേപ്പാടി. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പനമരം ചെറിയ പാലത്തിന് സമീപം ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. മഴ പെയ്തതോടെ അപ്രോച്ച് റോഡിനായി മണ്ണിട്ട് ഉയർത്തിയ ഭാഗം കുണ്ടും കുഴികളും നിറഞ്ഞ് ചെളിക്കുളമായതോടെയാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. പനമരം ചെറിയ പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളമാണ് കുരുക്കിലകപ്പെട്ടത്. പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയത്. ഗതാഗതക്കുരുക്ക് പതിവായതോടെ ഇന്നലെ പാലത്തിന്റെ ഇരുവശത്തും ആളുകളെ നിർത്തി ഗതാഗതം നിയന്ത്രിച്ചാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. മഴക്കാലത്തിന് മുൻപ് അപ്രോച്ച് റോഡിന്റെ പണി തീർക്കാത്തതാണ് മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമാകാൻ കാരണം. എത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്കി പൂർത്തീകരിക്കണമെന്നാണ് ഈ വിഷയത്തിൽ നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്. അതേപോലെ ഇപ്പോൾ വാഹനം ഓടുന്ന പാലം വളരെ പഴക്കം ചെന്ന പാലമാണ്. വലിയൊരു അപകടത്തിന് സാധ്യതയുള്ള പാലം കൂടിയാണ് ഈ പഴയ പാലം. അപ്പോൾ അധികാരികൾ കണ്ണു തുറന്ന് ഇപ്പോൾ ദേശീയപാതയ്ക്ക് ഉണ്ടായ വലിയ ദുരന്തം പോലെ ഈ ഒരു ദുരന്തമായി മാറുന്നതിന് മുന്നേ നടപടി കൈക്കൊള്ളണമെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ അനുവദിച്ച് 2022 നവംബറിൽ തറക്കല്ലിട്ട് 2023 ഫെബ്രുവരിയിൽ തുടങ്ങിയ പാലത്തിന്റെ പണി 18 മാസം കൊണ്ട് കരാർ പ്രകാരം പൂർത്തീകരിക്കേണ്ടതാണ്. പ്രവൃത്തി തുടങ്ങി 27 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായില്ലെന്ന് മാത്രം. പാലത്തിന്റെ കോൺക്രീറ്റ് പണികൾ തന്നെ കഴിഞ്ഞത് അടുത്തിടെയാണ്. ഇപ്പോൾ കൈവരികളുടെയും മറ്റും പണി ആരംഭിച്ചെങ്കിലും അപ്രോച്ച് റോഡ് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല. നിലവിലുള്ള റോഡ് കല്ലിട്ട് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ മഴ തുടർന്നാൽ കുഴികളും ചെളിയും നിറഞ്ഞ് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കാനാണ് സാധ്യത. മലനാട് ന്യൂസ്, പനമരം. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വ്യായാമ കൂട്ടായ്മയായ MEC 7 ഹെൽത്ത് ക്ലബ്ബ് ജില്ലാ മെഗാ സംഗമം മെയ് 25-ന് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ജില്ലയിലെ 36 യൂണിറ്റുകളിൽ നിന്നായി 1000-ലേറെ പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആയിരക്കണക്കിന് ആളുകൾ രാവിലെ 6 മണിക്ക് എണീറ്റ് വന്നുകൊണ്ട് അരമണിക്കൂർ നേരത്തെ
21 തരം എക്സസൈസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു സംഗമം 1000-ഓളം ആളുകൾ, 1000-ലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയൊരു മഹാസംഗമമാണ് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ യൂണിറ്റുകളും കൂടിയോജിപ്പിച്ചുകൊണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ട്രെയിനർമാർക്ക് 1, 2 ഘട്ടങ്ങളൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ ആളുകൾക്ക് TOT കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളൊക്കെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന് അവർക്ക് ഇതിൻ്റെ ട്രെയിനിങ് അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വിതരണം നടത്തുന്നുണ്ട്. ഡൽഹിയിൽ നടന്ന 23ാമത് ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാക്കളായി അച്ഛനും മക്കളും. നീർവാരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ നവീൻ പോളും മകൾ എലൈനുമാണ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ പിതാവും മകളും. 50 കിലോഗ്രാം സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണവും വെങ്കലവുമാണ് എലൈൻ നേടിയത്. 100 കിലോ മാസ്റ്റേഴ്സ് വിഭാഗത്തിലാണ് നവീൻ പോൾ വെള്ളി മെഡൽ നേടിയത്. പിതാവിൻ്റെ ശിക്ഷണത്തിലായിരുന്നു മകളും ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പഞ്ചഗുസ്തിയിൽ നിരവധി പേർക്ക് നവീൻ പരിശീലനം നൽകിപ്പോരുന്നു. വയനാട്ടിൽ പ്രധാനമായിട്ട് പരിശീലനം നടക്കുന്നത് പുൽപ്പള്ളി ഫിറ്റ്വെൽ ജിംനേഷ്യത്തിലാണ്. അതിൽ ഞാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജിംനേഷ്യത്തിലെ ട്രെയിനറായ രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചഗുസ്തി അസോസിയേഷൻ്റെ ട്രഷററായ സുരേന്ദ്രൻ സാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. സുരേന്ദ്രൻ സാറും ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം ഒരു 50ഓളം പഞ്ചഗുസ്തി താരങ്ങൾ പരിശീലനം നടത്തുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം കേരളത്തിൽ വെച്ചിട്ട് ദേശീയ ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോവാണ് ഈ വർഷത്തെ. ആ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് കേരള ടീമിൽ ഈ ജിംനേഷ്യത്തിൽ നിന്ന് തന്നെ 20ഓളം പേര് കേരള ടീമിലുണ്ട്. അപ്പോൾ കൂട്ടായ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ വിജയികളായവരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും നേരിൽ കണ്ട് അഭിനന്ദിച്ചിരുന്നു. വയനാട്ടിൽ നിന്ന് തോമസ് തൊട്ടിയിലും 50 കിലോ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ AP സൂര്യനന്ദൻ വെള്ളിയും വെങ്കലവും നേടി. 75 കിലോഗ്രാം യൂത്ത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്റ്റീവ് തോമസിനും സ്വർണം ലഭിച്ചു. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ 2ാമത് ഗ്രാമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാജ്യം നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന മാതൃകയിലാണ് പഞ്ചായത്ത് ഗ്രാമ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സമഗ്ര സംഭാവനകൾക്കാണ് പുരസ്കാരം നൽകിയത്. പൊതുവിഭാഗത്തിൽ ആതുര ശുശ്രൂഷ രംഗത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ച ഡോക്ടർ K. ഗീത, കായിക മേഖലയുടെ ഉന്നമനത്തിനായുള്ള സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മരണാനന്തര ബഹുമതിയായി K. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, കലാസാംസ്കാരിക മേഖലയിൽ ഡോക്ടർ ബാവ K. പാലുകുന്ന എന്നിവരാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. 5001 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങിയതാണ് പുരസ്കാരം. കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററിനു വേണ്ടി മകൻ ആഷ്ലിയും കുടുംബാംഗങ്ങളും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. അസൈനാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.E. വിനയൻ എന്നിവർ അവാർഡ് വിതരണം നിർവഹിച്ചു. മീനങ്ങാടി ആശുപത്രി എന്താണെന്ന് ചോദിച്ചാൽ ഗീത ഡോക്ടറുടെ ആശുപത്രി എന്നാണ്. ഗീത ഡോക്ടർ വർഷങ്ങളായി സേവനം അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. ആ സേവനത്തിൽ ഒരുപാട് ആളുകൾക്ക് അതിന്റെ ഗുണം ലഭിച്ചു. ഒരുപാട് കുട്ടികൾ ഈ ലോകത്തേക്ക് പിറന്നു വന്നത് ഈ ഡോക്ടറുടെ സേവനത്തിന്റെ ഭാഗമാണ്. അതിനേക്കാൾ എനിക്ക് ഏറ്റവും മഹത്തരമായി തോന്നിയൊരു കാര്യം, ഈ സർവീസ് അവസാനിപ്പിക്കേണ്ട സമയത്ത് നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാനുള്ള സമയവും, ആ ഒരു സമയത്ത് മറ്റെവിടെയും പോകാതെ മീനങ്ങാടിയിൽ തന്നെ തുടരാനെടുത്തൊരു തീരുമാനമാണ് ഏറ്റവും അഭിനന്ദനാർഹമായ തീരുമാനം. വേണമെങ്കിൽ അത് എടുക്കാതിരിക്കാനും ഈ നാടിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. സംസ്ഥാനത്തു തന്നെ ഇതാദ്യമായാകും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പരമോന്നത സിവിലിയൻ ബഹുമതി മാതൃകയിൽ ഗ്രാമത്തിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്ക് പുരസ്കാരം നൽകുന്നത്. 2ാമത് ഗ്രാമ പുരസ്കാര ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നുസ്രത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മലനാട് ചാനൽ സബ് എഡിറ്റർ അശ്വനി ശ്രീവേൽ അവതാരകയായി. മഹാത്മാ പുരസ്കാരത്തിൽ 2ാം സ്ഥാനം നൂതന പദ്ധതികൾ നടപ്പാക്കിയ പഞ്ചായത്തിനുള്ള മനോരമ ന്യൂസിന്റെ നാട്ടുസൂത്രം ഗ്ലോബൽ എക്സ്പോയിലെ മികച്ച. മലനാട് ന്യൂസ്, മീനങ്ങാടി.
പുതുതലമുറ കണ്ടുപഠിക്കണം ഈ മാതൃക. സ്നേഹബന്ധങ്ങളുടെ ആഴം വ്യക്തമാക്കി മീനങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 1967-68 SSLC ബാച്ചിൻ്റെ സംഗമം നടന്നു. അന്നമ്മ ചേച്ചിക്കും ജോർജിനും ഖാദർ മൊയ്തീനുമെല്ലാം ഇപ്പോൾ പ്രായം 75-നടുത്ത്. നീണ്ട 57 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇവരിൽ പലരും കണ്ടുമുട്ടുന്നത്. പലർക്കും SSLC മാത്രമാണ് വിദ്യാഭ്യാസം. അതിനുശേഷം പല വഴിക്കായി പിരിഞ്ഞവർ വീണ്ടും മീനങ്ങാടിയിൽ ഒത്തുചേർന്നപ്പോൾ അത് അപൂർവ സംഗമമായി മാറി. മൊബൈൽ ഫോണിന്റെ ഉപയോഗം അത്രയൊന്നും പരിചിതമല്ലാത്ത ജീവിതത്തിന്റെ 3/4 നൂറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ സഹപാഠികളായ രാജേന്ദ്രൻ, ബാലകൃഷ്ണൻ, OV ജോർജ്, മുഹമ്മദ് അലി, അഹമ്മദ് എന്നിവരുടെ കഠിന പ്രയത്നമാണ് വീണ്ടും ഈ കൂടിച്ചേരലിന് വഴിതെളിച്ചത്. ഞങ്ങളോടൊപ്പം ഈ കാലഘട്ടത്തിൽ പഠിച്ചവരും ഇവിടെ നിന്നിട്ടുള്ളവരുമായുള്ള ആളുകളുടെ ഒരു അന്വേഷണം കൂടെ ഇതിലൂടെ ഞങ്ങൾ പുറത്തേക്ക് വെക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളോടൊപ്പമുള്ള ആളുകൾ, ഇന്ന് കാണുന്ന ആളുകൾ നാളെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ആ പരിപാടിയിലേക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ബാംഗ്ലൂരിൽ നിന്നും മറ്റ് ദൂരദേശങ്ങളിൽ നിന്നുമെല്ലാം ഏറെ പ്രതീക്ഷയോടെ സംഗമത്തിനെത്തിയവരുണ്ടായിരുന്നു കൂട്ടത്തിൽ. എടാപോട സുഹൃത്ത് ബന്ധത്തിന്റെ ആഴവും കോപ്പിയടിച്ച് പിടിച്ചതിന്റെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളും അയവിറക്കി പല തലമുറയോടൊപ്പം എത്തിയ സമപ്രായക്കാരായവർ സംഗമം അവിസ്മരണീയമാക്കി. കോളേജിൽ പഠിക്കുമ്പോൾ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം 5:30 മണിയുടെ ബസ്സാണുള്ളത്. ഈ ബസ് ലാസ്റ്റ് ബസ്സാണ്, പിന്നെ വണ്ടിയില്ല. അപ്പോൾ ഞങ്ങളെ ബസ്സിൽ കയറി വന്ന് വഴിക്ക് വെച്ച് ബസ് കേടായി. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളൊരു 10-12 കുട്ടികളുണ്ട്. അതിൽ പെൺകുട്ടികളാണ് കൂടുതലുള്ളത്, ഒരു 3-4 ആൺകുട്ടികളുണ്ട്. ഞാനിപ്പോഴും ഓർക്കണ്ട, അന്ന് ഞങ്ങൾ ആ ബത്തേരിയിൽ നിന്ന് അവിടെ മുതൽ മീനങ്ങാടി വരെ നടന്നു. വഴിക്കുള്ള ഓരോ കുട്ടികളും അവരവരുടെ വീട്ടിലേക്ക് പോയി. ലാസ്റ്റത്തെ 2 കുട്ടികളെ കൂടി കാര്യമ്പാടിയിൽ അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയ സംഭവം ഓർക്കുക. ഈ ജോർജ് ഞങ്ങളുടെ വീട്ടിലേക്ക് അവിടെ വരികയായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു ഷെഡാണ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു പത്തായത്തിൽ ഈ പഴം വാഴ പഴുക്കാൻ വേണ്ടി ഇടും. എന്നിട്ട് അതിൻ്റെ പഴവും കുടിച്ച്, ആ പഴം കുടിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒന്നിച്ച് പഠിച്ച് രണ്ടാമത് സെക്കൻഡ് ടൈമിൽ എഴുതാൻ വന്നപ്പോൾ പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞു. പക്ഷെ ഇവന്ന് അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ ഞാൻ അവിടെ പോയി അത് ഞാനൊരു കടലാസിൽ എഴുതിക്കൊണ്ടുപോയി, ഒരു ചെറിയ കടലാസിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇത് എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇത് ഉണ്ടായിരുന്നു. ഓർമ്മകൾ മിനുക്കിയെടുത്ത് അന്ന് പാവാടക്കാരിയും പാട്ടുകാരിയുമായിരുന്ന, ഇപ്പോൾ പൂനെയിൽ സ്ഥിരതാമസമാക്കിയ മോളിയമ്മ സഹപാഠികളായിരുന്നവർക്കായി കരുതിയ പാട്ടും പാടി. പ്രായത്തിന്റെ അവശതകൾ തളർത്തുമ്പോഴും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയും പങ്കുവച്ചാണ് അവർ ഓരോരുത്തരും യാത്ര പറഞ്ഞിറങ്ങിയത്. മലനാട് ന്യൂസ്, മീനങ്ങാടി. കമ്പോളം നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 415, ഉണ്ടക്കാപ്പി കിലോ 236, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, നേന്ത്രക്കായ കിലോ 30, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോ 183, സ്വർണം പവന് 71,800 രൂപ, വെള്ളി ഗ്രാമിന് 111 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. +2 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. വയനാട്ടിൽ 71.8% വിജയം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വയനാട് ഒന്നാമത്, 84.46% വിജയം. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വയനാട് 12ാം സ്ഥാനത്തേക്ക് ഉയർന്നു. കൽപ്പറ്റയിൽ കാർ യാത്രക്കാരനെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയ സംഭവത്തിൽ SIക്കെതിരെ നടപടി. ട്രാഫിക് SI VP ആന്റണിയെ സ്ഥലം മാറ്റിയത് മാനന്തവാടി SMSലേക്ക്. ബലപ്രയോഗത്തിലൂടെ SI മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് വാഹനത്തിൽ കയറ്റിയത് മൊബൈൽ ഫോണിൽ സംസാരിച്ചു എന്നാരോപിച്ച്. കൂട് സ്ഥാപിച്ചിട്ടും ബത്തേരി നഗരത്തിലിറങ്ങിയ പുലി കൂട്ടിൽ കയറിയില്ല. പുലി കൂട്ടിലകപ്പെട്ടാൽ വനത്തിൽ തുറന്നുവിടരുത്, മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും നാട്ടുകാർ. മുള്ളൻകൊല്ലി കബനിഗിരിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പുലി ആടിനെ കൊന്നു.
ജില്ലയിൽ റേഷൻ വിതരണം അവതാളത്തിൽ. റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്ന ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടർമാരുടെ സമരം തുടങ്ങിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാത്തത് റേഷൻ വിതരണം അവതാളത്തിലാകാൻ കാരണം. പല കടകളിലും അരിയും ഗോതമ്പും ആട്ടയും പഞ്ചസാരയും സ്റ്റോക്കില്ലെന്ന് പരാതി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ റാണി വർഗീസ് ചേരും. നമസ്കാരം.